നമസ്കാരം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിന്റെ പി ടോക്കിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാഹസികതയും ആവേശവും നിറഞ്ഞ കയാക്കിംഗ് ഫെസ്റ്റിന്റെ ആദ്യ ദിനത്തിലെ അമേച്ചർ ബോട്ടർ ക്രോസ് മത്സരങ്ങൾ അവസാനിച്ചപ്പോൾ വനിതാ വിഭാഗത്തിൽ മധ്യപ്രദേശിൽ നിന്നുള്ള കരിഷ്മ ദിവാനും പുരുഷ വിഭാഗത്തിൽ മധ്യപ്രദേശുകാരനായ ഗാർവ് കോൾക്കോട്ടയും വിജയികളായി. പുരുഷ വിഭാഗത്തിൽ കോഴിക്കോട് സ്വദേശി അക്ഷയ് അശോക് 2ാം സ്ഥാനവും ബാംഗ്ലൂർ മലയാളി അയ്യപ്പൻ ശ്യാം 3ാം സ്ഥാനവും നേടി. വനിതാ വിഭാഗത്തിൽ ഉക്രൈനിൽ നിന്നുള്ള ഒക്സാന ചെർവർഷെൻകോ, മധ്യപ്രദേശിൽ നിന്നുള്ള ആയുഷി എന്നിവർ 2ഉം 3ഉം സ്ഥാനം നേടി. പുലിക്കയത്തെ ചാലിപ്പുഴയിൽ ഒരുക്കിയ ഗേറ്റുകൾ നിബന്ധനകൾ പാലിച്ച് കൃത്യമായി കടന്ന് ഏറ്റവും കുറഞ്ഞ സമയത്ത് ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയവരാണ് വിജയികളായത്. സാമൂഹിക നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആഗസ്റ്റ് 21, 22, 23 തീയതികളിലായി കോഴിക്കോട്ട് നടക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡേഴ്സ് കലോത്സവത്തിന് സംഘാടക സമിതി രൂപീകരിച്ചു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന സംഘാടക സമിതി രൂപീകരണ യോഗം സാമൂഹിക നീതി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്ജെൻഡർ വിഭാഗത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനും ശാക്തീകരിക്കുവാനുമായി മികച്ച പ്രവർത്തനങ്ങളാണ് സാമൂഹിക നീതി വകുപ്പ് നടത്തുന്നതെന്നും ട്രാൻസ്ജെൻഡർ നയങ്ങൾ പുതുക്കുന്നതിന്റെ ഭാഗമായാണ് കലോത്സവം സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ പുത്തൻപുരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം രാജീവ് പെരുമൺപുറം, സാമൂഹിക നീതി വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അരുൺ എസ് നായർ, സംസ്ഥാന ട്രാൻസ്ജെൻഡർ ബോർഡ് അംഗങ്ങളായ നേഹ, ശ്യാമ തുടങ്ങിയവർ പങ്കെടുത്തു. ബാലുശ്ശേരി താലൂക്ക് ആശുപത്രി മുഖം മിനുക്കി ഉദ്ഘാടനത്തിനൊരുങ്ങുന്നു. പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. 1.12 ഏക്കറിലാണ് ആശുപത്രിയുള്ളത്. 23 കോടി രൂപ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മാണം. പുതിയ കെട്ടിടത്തിന്റെ ബേസ്മെന്റിൽ കാർ പാർക്കിംഗ്, ഇലക്ട്രിക് റൂം തുടങ്ങിയവയാണ് ഉണ്ടാവുക. താഴത്തെ നിലയിൽ കാഷ്വാലിറ്റി, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് ഇഞ്ചക്ഷൻ റൂം, മൈനർ ഓപ്പറേഷൻ തിയേറ്റർ, റിക്കവറി, ജനറൽ സർജറി OP, ജനറൽ OP, PMR OP, കൺസൾട്ടിംഗ് റൂം, പ്ലാസ്റ്റർ റൂം, പോലീസ് കിയോസ്ക്, ശുചിമുറികൾ എന്നീ സൗകര്യങ്ങളാണ് ഉള്ളത്. താലൂക്ക് ആശുപത്രിയിലെ പുതിയ കെട്ടിട നിർമ്മാണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്നും പുതുതായി വരാൻ പോകുന്ന സൗകര്യങ്ങൾ മലയോര മേഖലയിലെയും ബാലുശ്ശേരിയിലെ മറ്റു മേഖലയിലെയും ജനങ്ങൾക്ക് മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാൻ സഹായകരമാകുമെന്നും KM സച്ചിൻ ദേവ് MLA പറഞ്ഞു. ഇനി കോഴിക്കോട് ജില്ലയിലെ പ്രധാന അറിയിപ്പുകൾ നോക്കാം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മാതൃശിശു സംരക്ഷണ കേന്ദ്രം HDSന് കീഴിൽ ദിവസവേതനത്തിൽ വനിതാ റെസ്പിറേറ്ററി ടെക്നീഷ്യനെ നിയമിക്കും. യോഗ്യത റെസ്പിറേറ്ററി ടെക്നോളജിയിൽ ഡിപ്ലോമ. പ്രായപരിധി 20 മുതൽ 40 വരെ. സർട്ടിഫിക്കറ്റുകൾ സഹിതം ജൂലൈ 29 രാവിലെ 11:30 IMCH സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. വടകര അർബൻ ICDS പ്രൊജക്ടിലെ 3 സെക്ടറുകളിലെ 84 അംഗനവാടികളിൽ പാൽ വിതരണത്തിന് റീടെൻഡർ ക്ഷണിച്ചു. ടെൻഡർ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 30 ഉച്ചയ്ക്ക് 2 മണി. ഫോൺ 0496251517 9847140920. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ട്രേഡ് ഇൻസ്ട്രക്ടർ, ട്രേഡ്സ്മാൻ തസ്തികകളിൽ ദിവസവേതനത്തിൽ നിയമനം നടത്തും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ ജൂലൈ 29 രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം എത്തണം. കൂടുതൽ വിവരങ്ങൾ സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ലഭിക്കും. കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനിൽ B.Ed മലയാളം കോഴ്സിൽ കുശവ അനുബന്ധ വിഭാഗത്തിൽ ഒഴിവുള്ള സീറ്റിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തും. ജൂലൈ 28 രാവിലെ 11 അസൽ രേഖകളുമായി കോളേജിലെത്തണം. ഫോൺ 0495272292.
കോഴിക്കോട്ടെ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി മാനേജ്മെന്റിൽ 1.5 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ഡിപ്ലോമ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 1 വർഷം കോളേജിൽ പഠനവും 6 മാസം പ്രശസ്ത ഹോട്ടലുകളിൽ പരിശീലനവുമാണ് ഉണ്ടാവുക. +2 മാർക്കിന്റെ അടിസ്ഥാനത്തിലാകും പ്രവേശനം. SC/ST വിഭാഗങ്ങൾക്ക് സീറ്റ് സംവരണമുണ്ട്. SC/ST വിഭാഗങ്ങൾക്കും മറ്റു പിന്നാക്ക വിഭാഗങ്ങൾക്കും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടാകും. പ്രായപരിധിയില്ല. അപേക്ഷാ ഫോമും വിശദ വിവരങ്ങളും സ്ക്രീനിൽ കാണുന്ന ലിങ്കിൽ ലഭിക്കും. അപേക്ഷയോടൊപ്പം സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സമർപ്പിക്കണം. ഫോൺ 0452385861 9037098455. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.